സൂര്യൻ അസ്തമിക്കാറായിരുന്നു. അതുകൊണ്ട് അന്നത്തെ അന്വേഷണം അവസാനിപ്പിച്ചു. ഒരു ദിവസം കൂടി അങ്ങനെ കഴിഞ്ഞു. രാത്രിയിൽ സത്രത്തിൽ തന്നെ ചെന്ന് വിശ്രമിച്ചു. അടുത്ത ദിവസം അന്വേഷണം തുടർന്നു. ഉജ്ജയിനിയിലെ ഗുരുകുലം പ്രസിദ്ധമാണ്. അവിടെ പ്രധാന ആചാര്യൻ ശങ്കുകനുണ്ട്. അദ്ദേഹത്തിനോ മറ്റാർക്കെങ്കിലുമോ ഒരുപക്ഷെ ഗുരുദേവാശ്രയനെക്കുറിച്ച് അറിയാമായിരിക്കും. അവിടെ ഏതെങ്കിലും ജോലി കിട്ടുമോ എന്നും അന്വേഷിക്കണം. കാളിദാസൻ അവസാനത്തെ പരിശ്രമം നടത്താൻ തീരുമാനിച്ച് ഗുരുകുലത്തിലേക്ക് നടന്നു. കാളിദാസൻ ഗുരുകുലത്തിലെത്തി. ശങ്കുകൻ എന്ന ആചാര്യനെക്കുറിച്ച് മുമ്പും കേട്ടിട്ടുണ്ട്. കാവ്യശാസ്ത്രത്തിൽ അഗ്രഗണ്യനായാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിച്ചു. ഗുരു പഠനമുറിയിലാണെന്നും കാത്തിരിക്കണമെന്നും ശിഷ്യന്മാരാരോ പറഞ്ഞു. കാളിദാസൻ വളരെ സമയം കാത്തിരുന്നു. പെട്ടെന്ന് വദ്യവയോധികനെന്ന് തോന്നിച്ച ഒരാൾ പുറത്തേക്ക് പോകുന്നത് കാളിദാസൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൊട്ടു പിന്നാലെ തന്നോട് കാത്തിരിക്കാൻ പറഞ്ഞ ശിഷ്യനുമുണ്ട്. ആചാര്യനായിരിക്കണം. കാളിദാസൻ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ വണങ്ങി. എന്നാൽ അങ്ങനെ ഒരാൾ അവിടെയുണ്ടെന്ന ഭാവം പോലും കാണിക്കാതെ ആചാര്യൻ കാളിദാസനെ കടന്നു പോയപ്പോൾ ശിഷ്യൻ കണ്ണു കാണിച്ചു. ആചാര്യനാണിത്. ശിഷ്യൻ ഗുരുവിനെ ദർശിക്കാൻ ഒരാൾ കാത്തിരിക്കുന്നു എന്ന് പറയാഞ്ഞതോ ഗുരു മറന്നുപോയതോ അതോ ആചാര്യൻ തിരക്കിലായതുകൊണ്ട് വേഗം പോകുന്നതാണോ എന്നു കാളിദാസന് സംശയം തോന്നി. കാളിദാസൻ ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ജാഗരൂകനായി. ആചാര്യൻ പോകും മുമ്പ് കാണുക തന്നെ വേണം. കാളിദാസൻ വേഗം നടന്ന് ആചാര്യൻ്റെ ഒപ്പമെത്തി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു എന്നു കണ്ട് സ്വയം പരിചയപ്പെടുത്തി. ആ സേതു ഹിമാചലം യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഹിമാലയത്തിൽ മാനസസരസോളം ഋഷിശ്രേഷ്ഠന്മാരോടൊപ്പം പോയി കൈലാസ ദർശനം നടത്തിയെന്നുമെല്ലാം പറഞ്ഞപ്പോൾ ആചാര്യൻ നടത്തം നിർത്തി. കാളിദാസനെ അടിമുടി നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു യുവാവാണ്. പക്ഷേ ഒരു യോഗിയുടെ തേജസ് മുഖത്ത് കാണാനുണ്ട്. കൈലാസ ദർശനം നടത്തിയെന്നും ആ സേതു ഹിമാചലം യാത്ര ചെയ്തിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. ദേവവാണിയിലാണ് സംസാരിക്കുന്നത്. ശുദ്ധമായ ഭാഷ, അളന്നു തൂക്കിയ വാക്കുകൾ. സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഓരോ വാക്കിലും ജ്ഞാന തേജസ്സിൻ്റെ പ്രതിഫലനമുണ്ട്. മനസ്സിൽ അവിശ്വാസമാണോ അസൂയയാണോ ഉയർന്നു വന്നതെന്ന് ആചാര്യന് സന്ദേഹം തോന്നി. ഉജ്ജയിനിയിൽ പണ്ഡിതരുണ്ട്, കവികളുണ്ട്. പക്ഷേ ആദ്യമായാണ് ഇങ്ങനെയൊരാളിനെ കാണുന്നത്. ശരി, നാളെ പ്രഭാതത്തിൽ ഗുരുകുലത്തിലെത്തും പറഞ്ഞിട്ട് ആചാര്യൻ ധൃതിയിൽ നടന്നു നീങ്ങി. വളരെ നിരാശയുണ്ടായി. ആചാര്യന് എന്താണാവോ ഇത്രയധികം ധൃതി? കാളിദാസൻ നിന്നപ്പോൾ അനുഗമിച്ച ആ യുവാവും നിന്നു. കാളിദാസൻ നോക്കിയപ്പോൾ ആ യുവാവ് ഭവ്യതയോടെ പ്രണമിച്ചു. പേരെന്താണ്? യുവാവിനോട് കാളിദാസൻ ചോദിച്ചു. സുമദേവൻ, അയാൾ പറഞ്ഞു. സുമദേവൻ ആചാര്യനോട് ഞാൻ ഇവിടെ ദർശനത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? കാളിദാസൻ ചോദിച്ചു. പറഞ്ഞു. പക്ഷെ ആചാര്യനൊന്നും പറയുകയുണ്ടായില്ല. അല്പം നിർത്തിയിട്ട് സുമദേവൻ സന്ദേഹത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിന് വൈകുന്നേരം ആരെയോ ദർശിക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. അതാവണം ധൃതി. കാളിദാസന് കൂടുതലൊന്നും ചോദിക്കണമെന്ന് തോന്നിയില്ല. ഈ യുവാവിന് ആചാര്യൻ എന്തുകൊണ്ട് ധൃതിയിൽ പോയി എന്നറിയില്ല. തന്നെ സാന്ത്വനിപ്പിക്കാനെന്നോണമാണ് ആരെയോ ആചാര്യൻ സന്ദർശിക്കാനുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നത് കൊണ്ട് കാര്യമില്ല. പെട്ടെന്ന് കാളിദാസന് ഗുരുദേവാശ്രയനെക്കുറിച്ച് ഓർമ്മ വന്നു. അദ്ദേഹം എവിടെ പോയിരിക്കുമെന്ന് ഒരുപക്ഷെ ഈ യുവാവിന് അറിയാമായിരിക്കും. സുമദേവ, ഇവിടെ ദേവാശ്രയൻ എന്നു പേരുള്ള ഒരു ആചാര്യനുണ്ടോ? കാളിദാസൻ ചോദിച്ചു. യുവാവ് മൗനം പാലിച്ചു. കാളിദാസന് വീണ്ടും ചോദിക്കാതിരിക്കാനായില്ല. കാളിദാസൻ നിർബന്ധിക്കുന്നെന്ന് തോന്നിയപ്പോൾ യുവാവ് ഇടം വലം നോക്കി. അടുത്തെങ്ങും ആരുമില്ല എന്നുറപ്പാക്കിയിട്ട് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഇവിടെയില്ല. നേരത്തെ ഉണ്ടായിരുന്നു. എവിടെയോ യാത്ര പോയിരിക്കുകയാണെന്ന് കേട്ടു. കാളിദാസൻ്റെ മനസ്സിൽ സന്ദേഹം അങ്കുരിച്ചു. ദേവാശ്രയൻ എന്ന ഒരു ആചാര്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഗുരു തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹം എവിടെ പോയി? ഈ യുവാവ് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സന്ദേഹിക്കുന്നത് എന്തുകൊണ്ട്? കാളിദാസിൻ്റെ മുഖഭാവം കണ്ടിട്ടാകണം. സുമദേവൻ തുടർന്നു. അദ്ദേഹം ഈ ഗുരുകുലത്തിലുണ്ടായിരുന്നു.
ആചാര്യനുമായി പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ആചാര്യൻ അദ്ദേഹത്തെ ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. സുമദേവന് ഗുരുദേവാശ്രയനോട് ആദരവുണ്ടെന്നും അദ്ദേഹത്തെ ഗുരുകുലത്തിൽ നിന്നും പുറത്താക്കിയതിനോട് യോജിപ്പില്ലെന്നും കാളിദാസന് തോന്നി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.